ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പൈത്തൺ ഗ്രാഫിക്സ് ആണ്. പൈത്തണിൽ ടെക്സ്റ്റ് മാത്രമല്ല ഇമേജസും ഗ്രാഫിക്കൽ ഷേപ്സും വരയ്ക്കാനും അതുപോലെ തന്നെ ഗ്രാഫിക്കൽ രൂപത്തിലുള്ള ഔട്ട്പുട്ട് നൽകാനും സാധിക്കും. അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ലൈബ്രറി മോഡ്യൂൾ പൈത്തണിലുണ്ട്. ഗ്രാഫിക്കൽ രൂപത്തിലുള്ള ഔട്ട്പുട്ട് നൽകുന്ന പ്രോഗ്രാമുകൾ ചെയ്യാൻ ടർട്ടിൽ എന്ന മോഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ടോപ്പിക്കാണ് പൈത്തൺ മോഡ്യൂൾസ്. എന്താണ് പൈത്തൺ മോഡ്യൂൾസ് എന്ന് നോക്കാം. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഫങ്ഷൻസ്, വേരിയബിൾസ്, ക്ലാസ്സസ് ഇവ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഫയലുകളെയാണ് മോഡ്യൂൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള ഫങ്ഷൻസ്, വേരിയബിൾസ്, ക്ലാസ്സസ് ഇവ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഫയലുകളെയാണ് മോഡ്യൂളുകൾ എന്ന് പറയുന്നത്. പ്രോഗ്രാമിൽ മോഡ്യൂൾസ് ഉൾപ്പെടുത്തണമെങ്കിൽ ഇമ്പോർട്ട് എന്ന കീവേഡ് ഉപയോഗിക്കണം. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ഈ മോഡ്യൂൾസ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്ന കീവേഡ് നമുക്ക് ഉപയോഗിക്കണം. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ്. ഫ്രം ടർട്ടിൽ നമ്മുടെ മോഡ്യൂളിൻ്റെ പേരല്ലേ, ഫ്രം ടർട്ടിൽ. പിന്നെ നമ്മളോട് പറഞ്ഞു ഇമ്പോർട്ട് എന്ന കീവേഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ്. ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനുകൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ഉപയോഗിക്കണം. ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇതുപോലൊരു ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോലെ തന്നെ ഷോ ആപ്ലിക്കേഷൻസ്, അതിൽ നിന്ന് IDLE ഓപ്പൺ ചെയ്യുക. ഷോ ആപ്ലിക്കേഷൻസ് IDLE ഓപ്പൺ ചെയ്യുക. അതിൽ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വേണം ടൈപ്പ് ചെയ്യാൻ. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. കണ്ടോ? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 അല്ലേ? 100. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫോർവേഡ് 100 കൊടുക്കുക. എന്നിട്ട് ഫയൽ സേവ് ആസ് എടുത്തിട്ട് സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരിൽ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാനായിട്ട് റണ്ണിൽ റൺ മോഡ്യൂൾ കൊടുക്കുക. കണ്ടോ? നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ലൈന് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ആ ഒരു പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോക്കി, 100 യൂണിറ്റ്സ് നീളവും വീതിയുമുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 100 യൂണിറ്റ്സ് നീളവും വീതിയുള്ള ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്രോഗ്രാമാണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ആദ്യം നമ്മൾ കണ്ടായിരുന്നു ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ് എന്നായിരുന്നു അല്ലേ കണ്ടേ? ഇവിടെ സ്റ്റാർ ആണ് കണ്ടിരിക്കുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടർട്ടിൽ മോഡ്യൂളിലുള്ള എല്ലാ ഫങ്ഷൻസും ക്ലാസ്സുകളും നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റാർ കൊടുക്കുക. മനസ്സിലായോ? ഈ ടർട്ടിൽ മോഡ്യൂളിലുള്ള എല്ലാ ഫങ്ഷൻസും ക്ലാസ്സസും നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റാർ എന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ടൈപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തിരുന്നു ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഫോർവേഡ്. ഈ ഫോർവേഡ് മാറ്റി അവിടെ നമുക്ക് സ്റ്റാർ കൊടുക്കാം. സ്റ്റാർ. അതിനുശേഷം അടുത്ത ലൈൻ നോക്കിയേ. ഫോർ ഐ ഇൻ റേഞ്ച് 4. ഫോർ ഐ ഇൻ റേഞ്ച് 4. റേഞ്ച് ബ്രാക്കറ്റിനുള്ളിൽ 4 കൊടുക്കാം. അതിനുശേഷം കോളൻ കൊടുക്കാം. ഇവിടെ ഈ 4 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 ലൈൻസ് ആണ് വേണ്ടത് അല്ലേ? അതിനാണ് ഇവിടെ ഈ 4 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 100 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലൈനിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ 100 കൊടുത്തിരിക്കുന്നു. അതിനുശേഷം റൈറ്റ് 90. ഇത് 90 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ
ടേൺ ചെയ്യണം. അതിനു വേണ്ടിയാണ് റൈറ്റ് 90 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം റണ്ണിൽ റൺ മോഡ്യൂൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കളർ കൊടുക്കണം. ഒരു കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഈ ടെക്സ്റ്റിൽ നോക്കി ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അതിനുശേഷം ഇവിടെ കളർ എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. COLOR ഇഷ്ടമുള്ളൊരു വേരിയബിൾ നെയിം കൊടുക്കാം. ഡബിൾ കോട്ട്സിനുള്ളിൽ ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഫോർ ഐ ഇൻ റേഞ്ച് 8 എന്ന് പറയുന്നത് 8 ലൈൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് 8 കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 8 ലൈൻസ് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് 8 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോർവേഡ് 100 ആണ്. ഇവിടെ റൈറ്റ് 45 ഡിഗ്രി എത്തുമ്പോൾ അതൊന്ന് ടേൺ ചെയ്യണം. അതിനു വേണ്ടിയാണ് റൈറ്റ് 45. അതായത് റൈറ്റിലേക്ക് 45 ഡിഗ്രി എത്തുമ്പോൾ ഒന്ന് ടേൺ ചെയ്യണം. അതിനു വേണ്ടിയാണ് റൈറ്റ് 45 എന്ന് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യാം. അതിനുശേഷം റൺ എടുക്കുക, റൺ മോഡ്യൂൾ കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ 8 മാറ്റി ഒരു 6 കൊടുക്കുന്നു. അപ്പോൾ 6 ലൈൻസാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. റൺ എടുക്കുക, റൺ മോഡ്യൂൾ കൊടുക്കുക. നോക്കി 6 ലൈൻസോളം അല്ലേ? ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. മനസ്സിലായോ? ഇവിടെ നമ്മൾ എത്ര ലൈൻസ് വേണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാനാണ്. ഒരു സർക്കിൾ ഡ്രോ ചെയ്യാൻ. സർക്കിൾ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമ്മളൊന്ന് നോക്കി ടൈപ്പ് ചെയ്യാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ സർക്കിൾ എന്നാണ് കൊടുക്കേണ്ടത്. സർക്കിൾ 100 എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനെ ഒന്ന് റൺ ചെയ്യാം. ഉണ്ടോ? ഇതുപോലൊരു സർക്കിൾ വന്നു. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ലിസ്റ്റ് ഇൻ പൈത്തൺ. പൈത്തണിൽ ലിസ്റ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈത്തണിൽ ഈ ലിസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഡേറ്റകൾ ഒരൊറ്റ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പൈത്തണിൽ ഈ ലിസ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കിയേ, കളേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിൽ കുറേ കളറുകൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ. അതാണ് പറയുന്നത് ഈ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും പൈത്തണിൽ. ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ്. ആദ്യം ഈ കളേഴ്സ് കൊടുക്കുക. അതിന് ശേഷം ഇത്രയും ടൈപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. ഓക്കെ, കളേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ കളറുകൾ കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളേഴ്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഓരോ കളേഴ്സും ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കുക. അതിനുശേഷം കോമയിട്ട് ഓരോ കളേഴ്സും കൊടുക്കുക. അതിനുശേഷം ഫോർ CLR ഇൻ കളേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇവിടെ കൊടുക്കുക. ഫോർ CLR ഇൻ കളേഴ്സ്. ഈ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേരിയബിൾ ആണ്. അതിനുശേഷം കോളൻ കൊടുക്കുക. ജസ്റ്റ് ഇതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻറ്റിനകത്ത് CLR കൊടുക്കുന്നു.
ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ. നോക്കി, ആ കളറുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? ഓരോ കളറുകളും ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ കളറുകളൊന്ന് ലിസ്റ്റ് ചെയ്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് റേഡിയസും ഉള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണ് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് റേഡിയസും ഉള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കി, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇതിന് പറഞ്ഞു തരണ്ടല്ലോ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അതിനുശേഷം കളേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഏതൊക്കെ കളറുകളാണോ ആവശ്യം അതെല്ലാം സ്ക്വയർ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കോമയിട്ട് എല്ലാ കളേഴ്സും കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കുക, റേഡിയസ് ഈസ് ഈക്വൽ ടു 20. റേഡിയസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അത് 20 ആണ്. 20 ആയിട്ട് കൊടുക്കുന്നു. റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേരിയബിൾ കൊടുക്കാം. റേഡിയസ് ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. പിന്നെ ഫോർ സി ഇൻ കളേഴ്സ്. ഈ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേരിയബിൾ ആണ്. അടുത്തത് കളർ സി എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി സർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഡിയസിൻ്റെ സൈസ് അനുസരിച്ചുള്ള സർക്കിളുകൾ നമുക്ക് വേണം. അതിനാണ് ഈ ഒരു സ്റ്റെപ്പ്. നമ്മളിവിടെ ഈ കൊടുക്കുന്ന റേഡിയസിൻ്റെ സൈസ് അനുസരിച്ചുള്ള സർക്കിളുകൾ വേണം. അതിനാണ് ഈ ഒരു സ്റ്റെപ്പ്. അതിനുശേഷം നോക്കുക, റേഡിയസ് ഈസ് ഈക്വൽ ടു റേഡിയസ് പ്ലസ് 10. ആദ്യത്തെ റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം പിന്നെ അടുത്തതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 + 10 30 ആകും. വീണ്ടും ഒരു സർക്കിൾ ഡ്രോ ചെയ്യും. അതിനുശേഷം വീണ്ടും അത് കൂടും. അപ്പോൾ എന്ത് ചെയ്യും? 30 എന്നുള്ളത് 30 + 10 40. ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കാം. ഇതും സേവ് ആസ് എടുത്ത് സേവ് ചെയ്യുക. അതിനുശേഷം റൺ എടുക്കുക. റൺ മോഡ്യൂൾ എടുക്കുക. ഉണ്ടോ? ഓരോന്നിൻ്റെ റേഡിയസും കളറുകളും വ്യത്യാസമായിട്ടുള്ള സർക്കിളുകളാണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത്. നോക്കി, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ കളറുകൾ. റെഡിൻ്റെ സൈസ് റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. അടുത്തത് യെല്ലോ വരുമ്പോൾ 20 + 10 30 ആയി. അടുത്ത ബ്ലൂ വരുമ്പോൾ 30 + 10 40. അങ്ങനെ റേഡിയസും കൂടി വരുന്നുണ്ട്. അതുപോലെ കളറുകളും ചേഞ്ച് വരുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ സർക്കിളുകൾ വരയ്ക്കുന്നത്. പൈത്തൺ ഗ്രാഫിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.